എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി എന്നുള്ള പ്രസ്താവനയാണ്. ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത് ഒരടിസ്ഥാനത്തിന്മേലാണ് നിലനിൽക്കുന്നത്. ഒരു സ്ഥാപനമായിരുന്നാലും ഒരു രാജ്യമായിരുന്നാലും ഒരു വ്യക്തിയായിരുന്നാലും ഒക്കെ അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഒരടിസ്ഥാനത്തിന്മേലാണ്, ഒരു പ്രമാണത്തിന്മേലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 11-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്നുണ്ട്: അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരാഴമായ ചോദ്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. അടിസ്ഥാനമാണ് ഏതൊന്നിൻ്റെയും നിലനിൽപ്പിന് പ്രാധാന്യതയുള്ളത്. ആ അടിസ്ഥാനത്തിന് കേട് സംഭവിക്കപ്പെട്ടാൽ അതിൻ്റെ നിലനിൽപ്പിന് അത് ബുദ്ധിമുട്ടായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ഓർമ്മിപ്പിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്: നിങ്ങൾ വീട് പണിയുന്നു എങ്കിൽ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയണമെന്നും, അങ്ങനെ നിങ്ങൾ വീട് പണിയുന്നു എങ്കിൽ വൻമഴ ചൊരിയുമ്പോൾ, കാറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാകൊണ്ട് ആ വീട് വീണു പോകുകയില്ല എന്ന് ഓർപ്പിക്കുന്നുണ്ട്. ഈ ആലോചന ഉള്ളിലിരിക്കെ തന്നെ ഒരു മനുഷ്യൻ വീട് പണിയുവാനായിട്ട് കടന്നുപോയി. അവൻ ആഴെ കുഴിക്കാതെ മണ്ണിന്മേൽ വീട് പണിയുവാനിടയായി. ശക്തമായ മഴയും ഒഴുക്കും കാറ്റുമൊക്കെ ആ വീടിന്മേലടിച്ചപ്പോൾ ആ വീട് വീണു പോകുവാനും അതിൻ്റെ വീഴ്ച ഏറ്റവും വലുതാകുവാനും ഇടയായിത്തീർന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെ വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നുണ്ട്. എന്തിൻ്റെയും നിലനിൽപ്പ് അടിസ്ഥാനത്തിന്മേലാകൊണ്ട് അടിസ്ഥാനം വളരെ കൃത്യമായ തലത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ്. ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനാഴമായ ഒരു അടിസ്ഥാനമുണ്ട്. അവൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഒരു കാരണവശാലും തകർന്നു പോകുവാൻ ഇടയായി തീരുകയില്ല എന്ന് തിരിച്ചറിയുകയും ആ നിലയിൽ നമ്മുടെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് നാം മുൻപോട്ട് പോകുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണമെന്ന് ഈ ചിന്ത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ബൈബിൾ ഒരടിസ്ഥാന പ്രമാണമാകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അടിസ്ഥാനം വിശുദ്ധ ബൈബിളാണ്, ക്രിസ്തുവാകുന്ന പാറയാണ്
അതിൽ അടിസ്ഥാനമിടുന്നെങ്കിൽ അതൊരിക്കലും ഒഴുകിപ്പോകുകയില്ല, നാം തകർന്നു പോകുകയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഒഴുകിപ്പോകുന്ന ഒരു അടിസ്ഥാനത്തിന്മേലല്ല, നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ തകർന്നു പോകാത്ത ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഞങ്ങൾക്ക് പണിതെടുത്ത് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.